നമസ്കാരം, തിരുവനന്തപുരം ന്യൂസിലേക്ക് സ്വാഗതം. ഭാഷാഭേദമന്യേ സിനിമാ പ്രേമികൾ ഒന്നടങ്കം ഏറ്റെടുത്ത സിനിമയാണ് ദൃശ്യം. ജീത്തു ജോസഫിന്റെ തിരക്കഥയിൽ ഒരുങ്ങിയ ചിത്രം എക്കാലത്തെയും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറിയിരുന്നു. 2013 ദൃശ്യം സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത്. പിന്നീട് 8 വർഷങ്ങൾക്കിപ്പുറം 2021 ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗവും ഇറങ്ങി. ആമസോൺ പ്രൈം വീഡിയോയിലൂടെ ദൃശ്യം നേരിട്ട് സ്ട്രീം ചെയ്യുകയും ചെയ്തു. ദൃശ്യത്തെ പോലെ തന്നെ ദൃശ്യം 2 ആരാധകർ നെഞ്ചിലേറ്റിയിരുന്നു. പിന്നീടുള്ള ചോദ്യങ്ങളെല്ലാം ദൃശ്യം 3 വേണ്ടിയായിരുന്നു. സംവിധായകൻ ജീത്തു ജോസഫിനോടും നടൻ മോഹൻലാലിനോടും പലപ്പോഴായി ആരാധകർ ഈ ചോദ്യം ചോദിക്കുകയുണ്ടായി. ദൃശ്യം 3 ആലോചനയിലുണ്ടെന്ന് ജീത്തു ജോസഫ് പറയുകയുണ്ടായി. എന്നാൽ എപ്പോൾ വരുമെന്ന് ഒരു വ്യക്തതയും നൽകിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ലാലേട്ടൻ തന്നെ ദൃശ്യം 3 വരുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ഭൂതകാലം ഒരിക്കലും നിശബ്ദമല്ല എന്ന വാക്കുകളോടെയാണ് സിനിമയുടെ 3ാം ഭാഗം എത്തുന്ന കാര്യം മോഹൻലാൽ പങ്കുവച്ചിരിക്കുന്നത്. ആന്റണി പെരുമ്പാവൂരിനും ജിത്തു ജോസഫിനും ഒപ്പമുള്ള ഫോട്ടോ മോഹൻലാൽ ഇതോടൊപ്പം ചേർത്തിരുന്നു. ഇതറിഞ്ഞതോടെ ആരാധകരെല്ലാം ആവേശത്തിലാണ്. ലാലേട്ടൻ താടി വച്ച് തന്നെ ദൃശ്യം 3 അഭിനയിക്കണമെന്നാണ് ആരാധകരുടെ അഭിപ്രായം. കൂടാതെ മോളിവുഡിലെ ക്ലാസിക് ക്രിമിനൽ തിരിച്ചു വരുന്നു, ജോർജ് കുട്ടി ഉറപ്പായും ജയിലിൽ പോകും എന്നിങ്ങനെ പല കമന്റുകളും ഈ പോസ്റ്റിന് താഴെ വരുന്നുണ്ട്. ചൈനീസ് ഭാഷയിലടക്കം റീമേക്ക് ചെയ്ത ആദ്യ മലയാള സിനിമ കൂടിയായിരുന്നു ദൃശ്യം. കമലഹാസൻ പാപനാശം എന്ന പേരിലാണ് ദൃശ്യം റീമേക്ക് ചെയ്തത്. എന്നാൽ ബോളിവുഡിൽ അതേ പേരിൽ തന്നെയാണ് ദൃശ്യം മൊഴിമാറ്റിയത്. മോഹൻലാലിനെ കൂടാതെ മീന, അൻസിബ ഹസൻ, എസ്റ്റർ അനിൽ, ആശ ശരത്, സിദ്ദിഖ് തുടങ്ങിയവരും പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചു.